ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഓണം സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. തിരുവോണ ദിവസം രാവിലെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, അതായത് ഉറുമ്പുകൾക്കും ചെറു പ്രാണികൾക്കുമുള്ള സദ്യ ഒരുക്കലാണ്. അതിനുവേണ്ടി ഇതേപോലെ ചെറിയ രീതിയിൽ വാഴയിലയിൽ അരി ചെറുതായിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് പഞ്ചസാരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് വിളക്ക് തിരി എണ്ണ മുക്കിയിട്ട് ആ തിരി കത്തിച്ചും കൂടെ വെക്കും. ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത് വീടിൻ്റെ എല്ലാ മൂലകളിലും വെക്കും. വീട്ടിൽ ചെയ്യാറുള്ളത് ഏട്ടൻ്റെ അച്ഛനാണ് കേട്ടോ. പിന്നെ തലേന്ന് രാത്രി തന്നെ അത്തപ്പൂക്കളത്തിനുള്ള പൂക്കളെല്ലാം റെഡിയാക്കുമായിരുന്നു. കുഞ്ഞുറങ്ങിയ സമയം നോക്കിയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അല്ലെ ഇവളതെടുത്ത് വായി വെക്കും. അങ്ങനെ കരുതിയാണ് ഇരുന്നത്. പക്ഷെ ചെയ്യാനിരുന്ന സമയത്ത് തന്നെ ആളുണർന്ന് വന്നിട്ടുണ്ടായിരുന്നു. 4 കളറിലുള്ള പൂക്കൾ വെച്ചിട്ടാണ് അത്തപ്പൂക്കളം ഇട്ടത്. 3 കളറിലുള്ള പൂക്കൾ കടയിൽ നിന്ന് വാങ്ങി. എന്തൊരു വിലയല്ലേ! പല കളറിലുള്ള പൂക്കൾ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ തൽക്കാലം ഞങ്ങൾ 3 കളറിൽ ഒതുക്കി കേട്ടോ. ഇതിനിടയിൽ വമ്പ ട്വിസ്റ്റ് ഉണ്ടായി. അതായത് 2 മണി കഴിഞ്ഞിട്ടും കുഞ്ഞുറങ്ങിയില്ല. എൻ്റെ അനിയന് ഒരു കുർത്തയിൽ പെയിൻറ്റ് ചെയ്ത് വേണമായിരുന്നു. പക്ഷേ നേരത്തെ കൊടുക്കാൻ ഞാൻ ഏറ്റിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ എനിക്കത് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി തിരുവോണത്തിനന്ന് ഞാൻ അമ്പലത്തിൽ തൊഴാൻ വരുന്നുണ്ട്, ആറന്മുളയിൽ വരുന്നുണ്ട്, ആ സമയത്ത് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞതുകൊണ്ട് രാത്രി കൊണ്ട് തീർക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവൾ ഉറങ്ങാത്തതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഏട്ടൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള അറിവാണ്. അതായത് തിരുവോണത്തോണി അമ്പലത്തിലെത്തുന്ന സമയത്ത് ഒരു വെടി പൊട്ടിക്കും. ആ ഒരു ശബ്ദം കേൾക്കുന്ന സമയത്താണ് തിരുവോണത്തിനുള്ള സദ്യക്കുള്ള അരി പാകം ചെയ്യാനായിട്ട് ഇടുന്നതെന്ന്. കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ആയിരുന്നു. ഇത്തവണ അങ്ങനെ പറ്റില്ല. അതിന് പ്രധാന കാരണം കുഞ്ഞായിരുന്നു. കുഞ്ഞ് ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങിയത് കൊണ്ട് എൻ്റെ കൂടെ അമ്മയിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി ഒരുപാട് ലേറ്റായി. 5:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. അപ്പോൾ അരി ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു കുടുംബക്ഷേത്രമുണ്ട്. അപ്പോൾ തിരുവോണ ദിവസം നട തുറന്ന് പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, അന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നിട്ട് നമുക്ക് അരി ഇടാം, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിരുന്നു. കുഞ്ഞുണർന്ന് വരുന്നതിന് മുന്നേ അത്തപ്പൂക്കളം ഇട്ടില്ലെങ്കിൽ അവൾ ആകപ്പാടെ നാശമാക്കും. അതുകൊണ്ട് ചെയ്യാനിരുന്ന സമയത്ത് തന്നെ ആളുണർന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അത്തപ്പൂക്കളത്തിനകത്തൂടെ നടന്ന് പൂക്കളെല്ലാം വാരി അതിൻ്റെ ഇടയിൽ ഭയങ്കര ബഹളമായിരുന്നു. എന്തായാലും അത്തപ്പൂക്കളം ഒരുവിധം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് നേരം കഷ്ടപ്പെട്ട് ചെയ്ത വർക്കാണെങ്കിൽ ടൈം ലാപ്സിലിട്ട് കാണാൻ നല്ല രസമല്ലേ, ഓടി നടന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ ഈ വൃത്തിയാക്കൽ, തൂത്തുവാരൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈം ലാപ്സ് ഞാൻ ചെയ്യാറുണ്ട്. എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളം റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് നിറത്തിലുള്ള പൂക്കൾ കൊണ്ടാണെങ്കിലും സിമ്പിളായിട്ടുള്ള അത്തപ്പൂക്കളം നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. കുഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഉറക്കം കഴിഞ്ഞ് ഏട്ടൻ എഴുന്നേറ്റ് അത്തപ്പൂക്കളം കണ്ട് ഏട്ടനും ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വാതുക്കൽ കാപ്പിയും കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളെ കണ്ടത് ഏട്ടൻ്റെ അനിയനാണ്. ഞങ്ങളിവിടെ അത്തപ്പൂക്കളം ഇടുമ്പോൾ അവനവിടെ നോക്കിക്കൊണ്ട് നിൽക്കും. അവന് അത്തപ്പൂക്കളമൊക്കെ പിന്നീടായിട്ടത്. പിന്നെ കാഴ്ചക്കാരായിട്ട് അമ്മയും അച്ഛനും കുഞ്ഞും ഉണ്ടായിരുന്നു. തൊട്ടപ്പുറം അമ്പോറ്റി അത്തപ്പൂക്കളം ഇടുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ അമ്പോറ്റിയുടെ സ്വന്തം ഡിസൈനാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? പിന്നെ പറയാനുണ്ടോ, എന്ത് വന്നാലും പോയാലും ഞങ്ങൾക്ക് ആറന്മുള അമ്പലം വിട്ടിട്ട് ഒരു കളിയില്ല. അപ്പോൾ ഏട്ടനും ഞാനും കുഞ്ഞുമാണ് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം തിരുവോണ ദിവസം കുഞ്ഞിനെ കൊണ്ടുപോയി തൊഴുതിച്ചിട്ട് വരാൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അമ്പലത്തിൽ എന്ത് ഭംഗിയായിട്ടാണ് അത്തപ്പൂക്കളം ഇട്ട് കൃഷ്ണനെയൊക്കെ വരച്ചേക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ? അപ്പോൾ അമ്പലത്തിൽ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും തിരക്കായിരുന്നു. ചെന്ന് തൊഴാം എന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ആ ഒരു ആഗ്രഹം ഉപേക്ഷിക്കുകയായിരുന്നു. കാരണം ഇവളെയും കൊണ്ട് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ ക്യൂ ഉണ്ടായിരുന്നു. ക്യൂവിൽ കയറി നിന്നിട്ടും ഇവളുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അതിലൊക്കെ നടക്കുന്ന കണ്ടിട്ട് അവരുടെ ഒപ്പം നടക്കാനും കളിക്കാനും ഒക്കെ ആയിട്ട് ബഹളമായിരുന്നു. പിന്നെ ഏട്ടൻ പറഞ്ഞു, നമുക്ക് അടുത്ത ദിവസം വന്ന് തൊഴാം, ഇന്ന് എന്തായാലും നടക്കത്തില്ല, ഭയങ്കര തിരക്കാണ്. ഇനിയിപ്പോൾ ക്യൂവിൽ കയറിയാൽ അകത്ത് കയറി തൊഴുതിറങ്ങുമ്പോഴത്തേന് സമയം ഒരുപാട് ലേറ്റ് ആവാം. പിന്നെ തന്നെയല്ല, ഇന്ന് ഒരുപാട് ലേറ്റായിട്ട് ഉണർന്നത് കൊണ്ട് അമ്മ തന്നെ അടുക്കളയിൽ പണിയണം. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പോകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ അകത്ത് കയറി തൊഴുതൊന്നുമില്ല. അപ്പോൾ കുഞ്ഞിന് ഡ്രസ്സ് എങ്ങനെ ഉണ്ട്? കൊള്ളാവോ? ഞാൻ പെയിൻറ്റ് ചെയ്തതാണ്. ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അനിയനും അനിയത്തിയും കൂടെ തൊഴുത് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അവർ രാവിലെ വന്നതാണ്. ക്യൂവിൽ പെട്ട് അകത്ത് നിന്ന് തൊഴുതിട്ട് വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരുവോണത്തോണി കാണാൻ വേണ്ടി പോയതാണ്. കല്യാണം കഴിഞ്ഞ് 4 വർഷം ആകുന്നുണ്ടെങ്കിലും ഇതുവരെ ഞാൻ തിരുവോണത്തോണി ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുവാണ്. അവിടെ വന്നിട്ടുണ്ടായിരുന്ന അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ വെള്ളത്തിലിറങ്ങുന്ന കണ്ടിട്ട് ഇവക്കും ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ആകെപ്പാടെ ബഹളമായിരുന്നു. അങ്ങനെ കരച്ചിലിന് ഒടുവിൽ ഏട്ടൻ വെള്ളത്തിൽ ഇറക്കിയതാണ്. ഭയങ്കര സന്തോഷമായിരുന്നു. കാപ്പിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അനിയനും അനിയത്തി വീട്ടിൽ വന്നപ്പോൾ തന്നെ കഴിക്കാൻ പറ്റി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അമ്മ സദ്യക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ചെയ്തത്. തലേദിവസം എല്ലാം അരിഞ്ഞു പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പാകം ചെയ്തത് അമ്മ തന്നെയായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടും ഞാൻ അടുക്കളയിൽ ഒന്നും ചെയ്തില്ല.
ചായ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം കുഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. ഇത്തവണത്തെ ഓണത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കുഞ്ഞിൻ്റെ രണ്ടാമത്തെ ഓണമാണെങ്കിലും അവൾ ആദ്യമായിട്ട് കഴിക്കുന്ന ഓണസദ്യയാണ്. സദ്യയാണെന്നൊക്കെ തുമ്പിയോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇവളെ ഒന്ന് കഴിപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. പപ്പടം കണ്ടു കഴിഞ്ഞാൽ വേറെ ആഹാരമൊന്നും വേണ്ട. അതുകൊണ്ട് പപ്പടവും വെള്ളവും മാത്രം കുടിച്ചു. സദ്യ അവൾ കഴിച്ചില്ല. പിറ്റേ ദിവസം അവിട്ടത്തിന് എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിൻ്റെ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇവൾ ജന്മം ചെയ്താൽ എഴുന്നേറ്റ് വരുന്നില്ല. അവിടെ ദാണ്ടെ കട്ടിലിൽ ചാരി ഇരിക്കുകയാണ്. ഒരു വിധത്തിൽ ഉടുപ്പിടിയിച്ചു. അത് ഉടുപ്പിടിയിച്ച കഥകളൊന്നും പറയാതിരിക്കാൻ ഭേദം. തുണി ഉടുപ്പിക്കാൻ പാടാണ്. അതുപോലെ തന്നെ ഉടുപ്പിച്ച തുണി എങ്ങനെ ഊരിയെടുക്കാനും പാടാണ്. അവിടെ ദാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. എത്ര വിളിച്ചിട്ട് അവൾ എഴുന്നേറ്റ് വരുന്നില്ലായിരുന്നു. മാമൻ്റെ അടുക്ക പോകണ്ടേ? കാണണ്ടേ? മാമനെ കാണണ്ടേ? വാ, ഇങ്ങോട്ടൊന്ന് വാ. ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ വന്നത് ഇച്ചിരി ലേറ്റായിപ്പോയി. അതുകൊണ്ട് അച്ഛൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓട്ടം വന്നപ്പം അച്ഛൻ അങ്ങ് പോയി. ഞങ്ങൾ വന്നപ്പോഴത്തേന് അമ്മ ഞങ്ങൾക്ക് സദ്യയെല്ലാം ഒരുക്കി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സദ്യ ഒരുക്കിയെങ്കിലും പക്ഷേ കുഞ്ഞ് കഴിച്ചത് ചിപ്സും അതുപോലെ തന്നെ പപ്പടവും വെള്ളവും മാത്രമാണ്. അവൾ ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് എൻ്റെ അനിയനും എൻ്റെ അമ്മയുമാണേ. അമ്മ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് പോകാൻ വേണ്ടിയായിരുന്നു. ആ പാടെ സങ്കടത്തിലായിരുന്നു. ഡ്യൂട്ടി മാറ്റി കിട്ടുന്നുണ്ടായിരുന്നില്ല, ലീവ് കിട്ടുന്നില്ലായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ അടുക്ക് കുഞ്ഞ് വന്നിട്ട് ഒന്ന് കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയില്ല എന്നുള്ള ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. സദ്യയെല്ലാം കഴിച്ച് പാത്രം കഴുകും എല്ലാം കഴിഞ്ഞ് ഇച്ചിരി നേരം ഒന്ന് കിടന്നതിന് ശേഷം അമ്മ ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ നാരങ്ങ തിന്നുന്ന കണ്ടോ? ഏതാണ്ട് മുട്ടായി തിന്നുന്ന പോലെ ഉണ്ട് കേട്ടോ. ഓണമായിട്ട് എൻ്റെ കുട്ടി മോഡലിൻ്റെ ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെന്താ അല്ലേ? ഫോട്ടോ എടുക്കാൻ നിന്ന് തരാത്തതുകൊണ്ട് ഞാനതെല്ലാം വീഡിയോ ആക്കി വീഡിയോയ്ക്കകത്തു നിന്നാണ് ഓരോ ഫോട്ടോസായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തത് കേട്ടോ. ഒരിടത്ത് അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നേ ഇല്ല. പാവാട തട്ടി വീഴ്ചയോട് വീഴ്ചയായിരുന്നു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ പട്ടുപാടയും ബ്ലൗസും തയ്ച്ചത് എൻ്റെ അമ്മയാണ്. ഏട്ടൻ തുണി എടുത്ത് തന്നു. അമ്മ പട്ടുപാടയും ബ്ലൗസും തയ്ച്ചു. ഞാൻ മ്യൂറൽ വർക്ക് ചെയ്തു. പിന്നെ തലയിരിക്കുന്ന ഈ മുടിക്കെട്ടുണ്ടല്ലോ, പിളക്കൽ വെച്ച് ഞാൻ ചെയ്തതാണ്. പിന്നെ മുല്ലപ്പൂ ആർട്ടിഫിഷ്യലാണ്, ഫോം ഷീറ്റ് വെച്ച് ചെയ്തതാണ്. ഫോം ഷീറ്റ് വെച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തൊരു ചാനലിൽ പോയി ഒന്ന് കാണുക കേട്ടോ. ഇത് കണ്ട സ്റ്റൈലായിട്ടുള്ള ഫോട്ടോയൊക്കെ ഇതെൻ്റെ അനിയനെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിലേത് ഫോട്ടോ ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ മിടുക്കി കുഞ്ഞിനെ കണ്ടോ, നല്ല കുഞ്ഞായിട്ട് ഇരിക്കുവാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈലും ഫോട്ടോയാണ്. പിന്നെ കുഞ്ഞിന് ഓണക്കോടി അവൻ്റെ ചേട്ടായി എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും സെയിം കളറുള്ള ഡ്രസ്സായതുകൊണ്ട് രണ്ടുപേരെ നിർത്തി ഫോട്ടോ എടുത്തു. ഈ ഒരു ഫോട്ടോയും ഈ ഒരു ഫോട്ടോയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. ഇതെൻ്റെ അനിയനും അനിയത്തിയാണ് കേട്ടോ. അത് അമ്പലത്തിൽ ചെന്നെടുത്ത ഫോട്ടോയാണ്. പിന്നെ നമ്മൾ തിരുവോണത്തോടിന് അടുക്ക് നിന്നെടുത്ത ഫോട്ടോയാണ് കേട്ടോ. എല്ലാവർക്കും ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നന്നായിട്ട് ആഘോഷിച്ചോ? അപ്പോൾ അടുത്ത വർഷത്തെ നമ്മുടെ ഓണം നന്നായിട്ട് വരട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.